അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അല്പം മുമ്പ് ശ്രീ PK ഫിറോസിനോട് മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ചയാളാണ് ശ്രീ റിയാസ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ. ആദ്യം വിദ്വാൻ, അത് പരിഹാസ രൂപേണയാണ് പറയുന്നത്, വിദ്വാൻ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. രണ്ടാമത്, അയാളോട് പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. പിന്നെ ആദ്യം സാമ്പാർ, എല്ലാരും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ശ്രീ റിയാസ്, ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ, അങ്ങോട്ട് കൂടി. പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി. എന്ത് ചെയ്യും? സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും, അടുക്കി പിടിക്കുകയേ ഉള്ളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പോ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അടയാം, അത്രമാത്രം. എന്താ ഉറക്കം വരുന്നു. ഇനി രണ്ട്, താങ്കൾ ഇവിടെ പറഞ്ഞു ഞാന് BJP ആണ് എന്ന് പറഞ്ഞു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കേരളത്തിൽ SDPIയും CPM തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും അങ്ങ് പറയും. ദമു, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും SDPIയും CPM തമ്മിലുള്ള ബാന്ധവത്തിന്റെ കൃത്യമായ തെളിവാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് ഞാനും ആരോപിക്കുന്നു. എന്റെ തെളിയിക്കൂ, താങ്കളല്ലേ ആദ്യം ആരോപണം ഉന്നയിച്ചത്. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാള്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി താങ്കൾ ഈ എന്താണ് പറയുന്നത്, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കരുത് എന്ന് താങ്കളോട് ഒരു അപേക്ഷ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇനി ഈ BJP എന്ന് പറയുമ്പോൾ ശ്രീ വിജയരാഘവൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആ രാഷ്ട്രീയ ജ്ഞാനം എന്ന് പറയുന്നത് താങ്കൾക്കുമില്ലേ? ഞാൻ ഈ ചർച്ചയിൽ ഇന്നോളം അല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ചിരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ BJP ബന്ധമെന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീ റിയാസ് ഞാനിപ്പോ താങ്കളുടെ സ്വരത്തിൽ സംസാരിക്കണമായിരുന്നു, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണലൂറ്റാൻ പോണു. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ലാഞ്ഞിട്ടല്ല ശ്രീ റിയാസ്. ഇതൊരു നടത്തു പോണ മാതിരില്ല. പക്ഷെ സംസ്കാരം എന്നുണ്ട്. ഞാൻ ഇപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. അത് എന്റെ മുതിർന്ന ആൾക്കാർ, എന്റെ പിതാവ്, എന്റെ ഭാര്യ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും ഏതു ഭാഷയിൽ സംസാരിക്കുന്നതിനനുസരിച്ചല്ല ഞാൻ പറയുന്നത്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചാച്ചി.